എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരാളെ കാണിക്കും. ആളാണെങ്കിൽ 4 സെക്കൻഡ് വില്ലേജിലേക്ക് ഇപ്പോൾ ട്രക്കിങ്ങിന് വന്നിരിക്കുകയാണ്. ആളങ്ങനെ വില്ലേജിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കടന്നു വരുമ്പോൾ ദൂരത്തായിട്ട് ആ വലിയ ബിൽഡിംഗ് കാണും. അതാണെങ്കിൽ അങ്ങനെ കൊളാപ്സായി വീഴുന്നത് കണ്ട് ആള് ഭയപ്പെട്ട് അതിലേക്ക് തന്നെ നോക്കുകയാണ്. ഈ ഒരു വിവരം ഇപ്പോൾ മാൻഷനിൽ അറിഞ്ഞിരിക്കുകയാണ്. മെയിൻ കാസ്റ്റിലുള്ള വിസാർഡ് കിങ്ങിന്റെ അടുത്തേക്ക് ആളുടെ അസിസ്റ്റന്റ് കടന്നു വരികയാണ്. വിസാർഡ് കിങ് ഒരു വലിയ ഇൻഫർമേഷൻ എനിക്ക് ഷെയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ വിസാർഡ് കിങ്ങിന്റെ അടുത്തേക്ക് വരും. ഉടനെ വിസാർഡ് കിങ് ആണെങ്കിൽ അവളോട് പറയും, എല്ലാ കാര്യങ്ങളും ഞാൻ മുൻപ് തന്നെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് സോൾവ് ചെയ്യാൻ പറ്റിയ ആളുകളെയും ഞാൻ കണ്ടെത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ആളങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ബ്ലാക്ക് ബിൽസിന്റെ ആ ഒരു വലിയ ബിൽഡിംഗ് കാണിക്കും. അവിടെയാണെങ്കിൽ ഇപ്പോ സീനിയർ പയ്യൻ മാഗ്നെയും അതുപോലെ തന്നെ ലക്കിനെയും കാണിക്കും. ലക്കാണെങ്കിൽ ഈ സീനിയർ പയ്യൻ മാഗ്നയോട് പറയും, നിനക്ക് വിരോധമില്ലെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്തൂടെ. അതിന് മാഗ്നെ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിന്നെ പോലുള്ള ചെറിയ പിള്ളേരോട് ഞാൻ ഫൈറ്റ് ഒന്നും ചെയ്യില്ല. അത് കേട്ട് ലക്കാണെങ്കിൽ അവരോട് പറയും, നിന്റെ ഫുഡ് ഞാൻ അടിച്ചു മാറ്റി കഴിച്ച ആ സമയത്ത് എന്തായാലും നീ എന്നോട് ഫൈറ്റ് ചെയ്യില്ലേ ചോദിക്കും. അത് കേട്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ചിരിക്കുകയാണ്. ഉടനെ ചുറ്റുമുള്ളവരാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, ഫൈറ്റൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം, ആദ്യം ആസ്തയുടെ തലയിലുള്ള ഈ പക്ഷിക്ക് നമുക്ക് നല്ലൊരു പേരിടാം. ഉടനെ ഓരോരുത്തരായിട്ട് ഓരോരോ പേരുകൾ പറയാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ ആ ബേർഡ് ആണെങ്കിൽ ആ പേരുകളൊന്നും കേട്ട് റിയാക്ട് ചെയ്യാതിരിക്കും. ആസ്തയാണെങ്കിൽ വമ്പൻ വാമപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള ആൾക്കാരെല്ലാവരും ഒരുപാട് പേരുകൾ പറയുമ്പോൾ ആസ്തയാണെങ്കിൽ നിറം എന്നുള്ള പേര് അത് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. അതിന് ആ ബേർഡ് ആണെങ്കിൽ അതിന്റെ ചിറകുകൾ വിടർത്തി ഇഷ്ടപ്പെട്ടോ എന്ന് തലയാട്ടുകയാണ്. ആ സമയം ഇപ്പോൾ അവരുടെ മാസ്റ്റർ ജയന്റ് അവിടേക്ക് കടന്നു വരികയാണ്. ലൂക്ക് ആണെങ്കിൽ മാസ്റ്ററിനോട് ചോദിക്കും, അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ അങ്ങേക്ക് എന്നോട് ഫൈറ്റ് ചെയ്തൂടെ. അതിന് മാസ്റ്റർ പറയും, ഇപ്പൊ ഫൈറ്റ് ചെയ്യാനുള്ള സമയമല്ല, നമുക്കൊരു പ്രധാനപ്പെട്ട മിഷൻ വന്നെത്തിയിരിക്കുകയാണ്, അതിന് നിങ്ങൾ തയ്യാറാവണം. ഒരു ഡഞ്ചണിലേക്ക് പോയി അവിടെ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ മിഷൻ. അത് കേട്ട് ഇപ്പൊ ആസ്തയും അതുപോലെ തന്നെ അവന്റെ സീനിയേഴ്സും ഫ്രണ്ട്സും എല്ലാവരും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. മാസ്റ്റർ ആണെങ്കിൽ ആസ്തയോട് ചോദിക്കും, ഡഞ്ചൺ എന്താണെന്ന് നിനക്കറിയോ? അതിനവൻ പറയും, ഇല്ല. ഉടനെ മാസ്റ്റർ പറയും, പുരാതനമായിട്ടുള്ള പഴയ ബുക്കുകളും മാജിക്കുകളും അതുപോലെ തന്നെ അമൂല്യങ്ങളായ ഒരുപാട് വസ്തുക്കളും വെക്കുന്ന വലിയൊരു ബിൽഡിങ്ങിനെയാണ് ഡഞ്ചൻ എന്ന് പറയുന്നത്. അവിടേക്കാണ് ഇപ്പൊ നിങ്ങൾ പോകാനായിട്ട് പോകുന്നത്. അവിടെയുള്ള സാധനങ്ങളിലൊന്നും ആവശ്യമില്ലാതെ സ്പർശിക്കാൻ പാടില്ല, അത് നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ക്ലോവർ കിണ്ടത്തിന്റെയും ഡയമണ്ട് കിണ്ടത്തിന്റെയും മധ്യഭാഗത്തായിട്ടാണ് ഈ ഡഞ്ചൻ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ക്ലോവർ കിണ്ടത്തിലുള്ള ആളുകൾ അവർ നിസ്സാരക്കാരല്ല, വളരെയധികം ഡേഞ്ചറാണ്. അവിടേക്ക് പോവുക എന്നത് വളരെയധികം റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ എന്തൊക്കെ പുതിയ പവറാണ് ഉള്ളതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഉടനെ ആസ്തയാണെങ്കിൽ ബഹളം വെക്കും, ദയവ് ചെയ്ത് എന്നെ അനുവദിക്കണം, ഞാൻ അവിടേക്ക് പോവാം. മാസ്റ്റർ ആണെങ്കിൽ അവനോട് പറയും, എനിക്ക് നിന്നെ അവിടേക്ക് അയക്കാൻ യാതൊരു താല്പര്യവുമില്ല, കാരണം നിനക്ക് പ്രത്യേകിച്ച് മാജിക് പവർ ഒന്നും തന്നെ ഇല്ല. പക്ഷേ വിസാർഡ് കിങ്ങിന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് പുതുതായിട്ട് വന്നവരെ അവിടേക്ക് അയക്കണം എന്നാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടേക്ക് അയക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. വിസാർഡ് കിങ് ആണോ ഞങ്ങളെ തെരഞ്ഞെടുത്തത്? ഉടനെ ആ ഒരു സീനിയർ ആണെങ്കിൽ ആസ്തയോട് ചോദിക്കും, ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നീ എങ്ങനെ ഒപ്പിച്ചെടുത്തു? വിസാർഡ് കിങ്ങിനെ നിനക്ക് നേരത്തെ അറിയോ? അതിനവൻ പറയും, ഇല്ല, എനിക്കിത് വലിയൊരു മഹാഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. അവരുടെ മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ആസ്തയോട് പറയും, നിന്നെ മാത്രമല്ല ലക്കിനെയും നിന്റെ കൂടെയുള്ള ബാക്കിയുള്ളവരെയും നിന്നോടൊപ്പം അയക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് വേണം ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യും. ഉടനെ അവർക്ക് പോകാനായിട്ടൊരു പോർട്ടൽ അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അതിലൂടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ഡഞ്ചൻ അടുത്തുള്ള ഒരു പോർട്ടലിലേക്ക് വരികയാണ്. നോയലാണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവരോട് ചോദിക്കും, ആ ഡഞ്ചൻ്റെ അകത്തേക്ക് പോകാനുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള പോർട്ടൽ എന്തുകൊണ്ട് അവർക്ക് ഉണ്ടാക്കി തന്നൂടാ? ഇതിന് ലക്കാണെങ്കിൽ അവനെ കൊണ്ട് ഒരിക്കലും അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവരിപ്പോ ആ ഡഞ്ചന്റെ അടുത്തേക്ക് വരികയാണ്. അത് കാണുമ്പോൾ തന്നെ അവർക്കൊരല്പം പേടിയൊക്കെ തോന്നും. നിഗൂഢമായിട്ടുള്ള ഒരു ഡഞ്ചൻ. ഇവിടെ മാസ്റ്റർ ജയന്റും അതുപോലെ ആ പെൺകുട്ടിയും അവർ രണ്ടുപേര് ഹായ് ആയിട്ടിരിക്കും. ആ പെൺകുട്ടിയാണെങ്കിൽ എങ്ങനെ ആസ്തയെക്കുറിച്ച് വിസാർഡ് കിങ്ങിന് അറിയാമെന്ന് ചോദിക്കും. അത് കേട്ട് മാസ്റ്റർ ആണെങ്കിൽ ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർ അവരുടെ കയ്യിലുള്ള വെളിച്ചമൊക്കെ ഉപയോഗിച്ച് ആ ഒരു ഡഞ്ചന്റെ അകത്തേക്ക് പോകും. അവരങ്ങനെ പതിയെ നടന്നു വരുമ്പോൾ നോയലിന്റെ കാല് തന്നെ അവനങ്ങനെ ബാക്കിയുള്ളവരുടെ ദേഹത്തേക്ക് അടിച്ചു വീഴും. ആസ്തയുടെ കയ്യിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് അത് താഴെ വീണ് പൊട്ടുകയാണ്. ആസ്തയാണെങ്കിൽ ദേഷ്യപ്പെടും. ആ സമയം ലക്കാണെങ്കിൽ പുറത്തേക്ക് വെളിച്ചം വരുന്ന ഒരു കല്ല് കാണുകയാണ്. ഞാനത് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവൻ ആ കല്ല് ഇളക്കിയെടുക്കും. അടുത്ത നിമിഷം ആ ചുമരങ്ങനെ തകർന്നു വീഴും. വെളിച്ചമുള്ള വലിയ റൂമിലേക്ക് അവരെത്തുകയാണ്. അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ചുറ്റും നോക്കും. ആസ്തയാണെങ്കിൽ അവരോട് പറയും, ഇങ്ങനെയൊരു സ്ഥലം ഇതിനു മുൻപ് കണ്ടിട്ടില്ല. നോയലാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക് പവർ അവിടെ ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയും. ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. എനിക്ക് എന്തുകൊണ്ട് ഈ മാജിക് പവർ ഒന്നും സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് ബാക്കിയുള്ളവർ പറയും, നിനക്ക് മാജിക് പവർ ഇല്ല, അതുകൊണ്ടാണ് നിനക്ക് ബാക്കിയുള്ള മാജിക് പവർ സെൻസ് ചെയ്യാൻ കഴിയാത്തത്. ഉടനെ അവനാണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ കൈ അങ്ങനെ ചുരുട്ടി
നിലത്താഞ്ഞടിക്കും. എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധിയെന്ന് പറയും. അടുത്ത നിമിഷം അവിടെ എന്തോ ഒരു മാജിക് വർക്കായി ഒരുപാട് പില്ലേഴ്സും മരങ്ങളൊക്കെ ക്രിയേറ്റ് ആവുകയാണ്. ഉടനെ ചുറ്റുമുള്ളവർ പറയും ഇതെന്തോ ഒരു ട്രാപ്പ് മാജിക് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ആസ്തയാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ സ്വാഡ് ഉപയോഗിച്ച് അങ്ങനെ ആ കട്ടകളും പില്ലേഴ്സും വെട്ടി എറിയാണ്. ഇവിടെ ലക്കാണെങ്കിൽ ഇപ്പൊ ആസ്തയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കും. ഇവിടെ ഒരുപാട് ഇതുപോലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള മാജിക്കുകളുണ്ട്, സൂക്ഷിക്കണം. ആസ്ത പറയും എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. ഉടനെ ലക്കാണെങ്കിൽ അവനൊരു തട്ട് വെച്ച് കൊടുക്കും. അടുത്തൊരു ട്രാപ്പിൽ പോയി കറക്റ്റായിട്ട് നമ്മുടെ ആസ്ത വീഴും. വീണ്ടും പില്ലേഴ്സ് ക്രിയേറ്റ് ആയിട്ട് വരുമ്പോൾ ആസ്ത അവന്റെ സ്വാഡ് ഉപയോഗിച്ച് അതങ്ങനെ വെട്ടിയെറിയും. ലക്കിനാണെങ്കിൽ അത് കുറച്ച് ഇഷ്ടാവും. സോ അറിഞ്ഞുകൊണ്ട് തന്നെ ലക്കാണെങ്കിൽ ഇപ്പൊ അടുത്തൊരു മാജിക് പവറിലേക്ക് ചെന്ന് ചാടും. ഉടനെ അവിടെ ഫയർ ഫോം ആവുമ്പോൾ ആസ്തയാണെങ്കിൽ അവന്റെ സ്വാഡ് ഉപയോഗിച്ച് അതും വെട്ടി നശിപ്പിക്കും. അതിനുശേഷം ലക്കാണെങ്കിൽ വാട്ടർ പവർ ക്രിയേറ്റ് ആകുന്ന ആ ഒരു മാജിക്കിലേക്ക് എടുത്തു ചാടും. അവിടെ വാട്ടർ പവർ ഉണ്ടാവുമ്പോൾ അതും നമ്മുടെ ആസ്തയാണെങ്കിൽ ഇല്ലാതാക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ മാജിക് ഡഞ്ച് കാണിക്കും. കട്ട് ചെയ്ത വീണ്ടും ബ്ലാക്ക് ബുള്ളിന്റെ ആ സ്ഥലം കാണിക്കും. ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ ജയൻ മാസ്റ്ററിനോട് ചോദിക്കും, ഡഞ്ചൻ ഒരു നിസ്സാരപ്പെട്ട സ്ഥലമല്ല, ആ കുട്ടികളെ എന്തിനാണ് നിങ്ങൾ അവിടേക്ക് ഒറ്റയ്ക്ക് അയച്ചത്? മാസ്റ്റർ ആണെങ്കിൽ ഹായ് ആയിട്ട് പറയും, പുതുതായിട്ട് വന്ന സ്റ്റുഡൻസ് ഇതുപോലുള്ള ഡേഞ്ചർ ഘട്ടത്തിലൂടെ കടന്നു പോകണം. എങ്കിൽ മാത്രമേ അവരവരെ തന്നെ പുഷ് ചെയ്ത് അവരുടെ പവറുകളും എബിലിറ്റികളും വളരുകയുള്ളൂ. എനിക്ക് അവരെ ഭയമൊന്നുമില്ല, കാരണം അവരോടൊപ്പം ലക്കുണ്ട്. ആരൊക്കെ പരാജയപ്പെട്ടാലും ലക്ക് അവൻ പരാജയപ്പെട്ടു പോവില്ല എന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ആസ്തയും ടീമും ആണെങ്കിൽ ലക്കിനോട് ദേഷ്യപ്പെടുകയാണ്. നീ കുറച്ച് ഓവറാണ്, ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ നീ അറിഞ്ഞുകൊണ്ട് ചെയ്തു കൂട്ടുന്നതാണ്. അതിന് ലക്കാണെങ്കിൽ ആസ്തയോട് പറയും, നിന്റെ ഈ സ്വാഡിന് എന്തൊക്കെയോ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള മന്ത്രശക്തി നിന്റെ സ്വാഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ്. ലക്കാണെങ്കിൽ അവരോട് സോറി പറയും. ഓക്കെ, ഞാൻ ഇവിടുത്തെ മാജിക് പവർ അവന്ന് സെൻസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ മാജിക് പവർ അതെവിടുന്നാണ് വരുന്നത് സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് കറക്റ്റായിട്ട് അവൻ മനസ്സിലാക്കും. ദൂരത്തായിട്ട് ഒരു ഡോറ് കാണും. ആ ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ മാജിക് പവർ അവിടേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ സ്പെല്ല് ഉപയോഗിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ പവർ അത് റിലീസ് ചെയ്യും. ലക്കാണെങ്കിൽ അങ്ങനെ പറന്നുയർന്ന് ഇപ്പം നമ്മുടെ ആൾക്കാരോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ചെറിയ പണി തീർക്കാനുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പുറത്തേക്കുള്ള എക്സിറ്റ് കണ്ടെത്തി പുറത്തേക്ക് രക്ഷപ്പെട്ടു പോവാം, അല്ലെങ്കിൽ ഈ ഡഞ്ചൻ്റെ ഉള്ളിൽ കടന്ന് കറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് രസിക്കാമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കടന്നു പോവും. ആസ്തയും പ്രിൻസസ് പെണ്ണും അവർ രണ്ടുപേരും അത് കേട്ട് ഷോക്കാവും. പ്രിൻസസ് പെണ്ണാണെങ്കിൽ നിലവിളിച്ചു പറയും, ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും വഴി കാട്ടാനുമാണ് മാസ്റ്റർ നിന്നെ ഞങ്ങളോടൊപ്പം അയച്ചത്. നീ ഇപ്പോൾ ഞങ്ങളെ പാതി വഴിയിൽ വിട്ടിട്ട് പോവുകയാണോ ചോദിക്കും. അതിനവനാണെങ്കിൽ മറുപടി പറയാതെ കടന്നു പോവും. ഇവിടെ നമ്മുടെ ആസ്തയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. നീ ടെൻഷൻ ആവണ്ട, ആരൊക്കെ നമ്മുടെ മുൻപിൽ പ്രതിബന്ധമായിട്ട് വന്നാലും ഈ ഒരു സ്വാഡ് ഉപയോഗിച്ച് അതിനെയെല്ലാം ഞാൻ തകർക്കും. കാരണം ഞാനാണ് ഫ്യൂച്ചറിലെ വിസാർഡ് കിങ്. നിനക്കത് അറിയില്ലേ യൂനോയും ചോദിക്കും. അവളാണെങ്കിൽ വണ്ടറടിക്കും, യൂനോയോ അതാരാ? അതിനവൻ പറയും, ഐ എം സോറി, നിന്നോട് ഞാനത് പറഞ്ഞതല്ലേ, എൻ്റെ ബ്രദറാണ് യൂനോ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എക്സാം എഴുതിയത്. ഗോൾഡൻ ഹൗൾ അവനെ തെരഞ്ഞെടുത്തു. ഞാൻ നമ്മുടെ ടീമിലും എത്തിപ്പെട്ടു. ഇപ്പോൾ അവൻ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പ്രിൻസസ് ആണെങ്കിൽ ഷോക്കായിട്ട് ചോദിക്കും, റോയൽ ഫാമിലിയിൽ നിന്നല്ലായിട്ട് പോലും അവന് ആ ഗോൾഡൻ ടീമിൽ ചാൻസ് കിട്ടിയല്ലേ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിനാസ്ത പറയും, യൂനോ അവൻ വളരെ പവർഫുള്ളാണ്, പക്ഷെ അതിനേക്കാൾ പവർഫുള്ള് ഞാനാണ്. ഉറപ്പായാലും ഫ്യൂച്ചറിൽ ഞാൻ വിസാർഡ് കിങ് ആവുമെന്ന് പറയും. അവൾ ഒരു നിമിഷം ആസ്തയെക്കുറിച്ച് ചിന്തിക്കും. ഇത്ര ചെറുപ്പത്തിലെ അവന്റെ ലക്ഷ്യം വളരെ വലുതാണ്. മാത്രമല്ല ഞാനും അവനും ഇപ്പോൾ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും ബാഡായിട്ട് സംഭവിക്കുമോ? കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പോൾ ആസ്തയെ പുറകിലേക്ക് തള്ളി മാറ്റി എന്നെ പിന്നാലെ നല്ല കുട്ടിയായിട്ട് നടന്നു വരാൻ പറഞ്ഞ് അവൾ അങ്ങനെ താഴേക്ക് നടന്നു വരും. അടുത്ത നിമിഷം ഒരു മാജിക് ട്രാപ്പിൽ അവളങ്ങനെ പെട്ടുപോവാണ്. ഉടനെ ടെൻഡിക്കിൾസ് പോലെ എന്തോ ഒരു സാധനം മുകളിലേക്ക് ഉയർന്നു വന്ന് അവളെ ലോക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. മാത്രമല്ല ജീവികളെ ഭക്ഷിക്കുന്ന വലിയ ഒരു ചെടി അത് അവളെ പിടിച്ചെടുക്കാനായിട്ട് അടുത്തേക്ക് വരും. ആസ്തയാണെങ്കിൽ അവന്റെ സ്വാഡ് ഉപയോഗിച്ച് ആ ടെൻഡിക്കിൾസ് പെട്ടി എറിയുമെങ്കിലും ചില ടെൻഡിക്കിൾസ് ഇപ്പോൾ ആസ്തയെ ലോക്ക് ചെയ്യാണ്. പ്രിൻസസ് പെണ്ണാണെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുമെങ്കിലും അവളെ കൊണ്ടത് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഉടനെ അവരെ രണ്ടുപേരെ ആ ടെൻഡിക്കിൾസ് ആ ചെടിയുടെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കുകയാണ്. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് പവർഫുള്ളായ ഒരു മാജിക് പവർ അവിടേക്ക് റിലീസ് ആവും. ഒരുപാട് സ്വാഡുകൾ അങ്ങനെ വന്ന് ആ ചെടി തകർത്ത് കളയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ജയൻ മാസ്റ്റർ ആണെങ്കിൽ ഷോക്കാവും. നീ എന്താ പറയണേ? ബിൽഡിംഗ് ഡഞ്ചറിലേക്ക് ഗോൾഡൻ ടീമും പോയിട്ടുണ്ടെന്നാണോ? അതിന് സീനിയർ പറയും അതെ. അത് കേട്ട് ഇപ്പൊ മാസ്റ്റർ ആണെങ്കിൽ ഷോക്കാവും, എക്സൈറ്റഡ് ആവും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആസ്ത അവനാണെങ്കിൽ ഇപ്പൊ മാജിക് പവർ വന്ന സ്ഥലത്തേക്ക് നോക്കും. വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ അവന്റെ ബ്രദർ യൂനോ. യൂനോയെ കണ്ട് ആസ്ത ഹാപ്പി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.